ഗൈസ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഇന്നലത്തെ ഹോം മാച്ചിൽ നമ്മൾ തോറ്റു, അതും ഗോവയുടെ കൂടെ 1-0 നമ്മൾ തോറ്റത്. ഗൈസ് അതിനെപ്പറ്റി പറയുമ്പോൾ എന്തായാലും ഗോവ പൂട്ടിയതാണ്. ഗൈസ് ഡിഫൻസ് ലൈൻ അവർ തുറന്നു പോലും തന്നില്ല, അമ്മാതിരി പൂട്ടക്കൂണ് പൂട്ടിയത്. കാരണം ഫസ്റ്റ് ഹാഫിൽ 2-3 മിനിറ്റാണ് കളിക്കാൻ പറ്റി സത്യം പറഞ്ഞു. അതിനുശേഷം കേരളത്തിന് അനങ്ങാൻ പറ്റിയില്ല. ഗോവയുടെ ഡിഫൻസ് ഒരു രക്ഷയില്ല. പിന്നെ കേരളത്തിൻ്റെ തെറ്റിൽ നിന്നും ഗോളടിച്ചാണ് ഗോവ ഒരു ഗോളടിച്ചത്. അതും ഡിഫൻസിൻ്റെയും ഗോളി പോലും വിചാരിച്ചു, സച്ചിൻ പോലും വിചാരിച്ചാൽ അത് ഗോൾ കയറും എന്ന് വിചാരിച്ചില്ല. ഗൈസ് ഇനി അടുത്ത മാച്ച് 7-ാം തീയതി, അതും ബാംഗ്ലൂരിൻ്റെ ഹോം ഗ്രൗണ്ടിൽ. ബാംഗ്ലൂർ ഇവിടെ വന്നിട്ട് നമ്മളെ തോപ്പിച്ചിട്ടാണ് പോയത്. അതേപോലെ അതും ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഒരു വലിയ ടീമിനെ തോപ്പിക്കുക എന്ന് വെച്ചാൽ നടക്കണ കാര്യമില്ല. തോപ്പിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇപ്പോൾ അവർ നല്ല ഫോമിലാണ്, എല്ലാ ടീമും നല്ല ഫോമിലാണ്. ആ സമയത്ത് ഇപ്പോൾ കേരളം ബാംഗ്ലൂരിൻ്റെ ഹോം ഗ്രൗണ്ടിൽ പോയി എന്ത് കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഗൈസ് എന്നാലും മാക്സിമം നല്ലോണം കളിക്കണം. നമുക്കിനി ഒരു തോൽവി വേണ്ട, നമുക്ക് ജയിച്ചാൽ മതി. ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ തോൽവി കൊണ്ട് കഴിഞ്ഞ ദിവസം ചെന്നൈയായിട്ട് 3-ന് ജയിച്ച് ഗോവയായിട്ട് ഹോം ഗ്രൗണ്ട് വീണ്ടും തോറ്റു. ഇനി ബാംഗ്ലൂരായിട്ട് തോറ്റ ഒന്നുമില്ല. ഗൈസ് ലാസ്റ്റ് ചാൻസ് ഫോർ കേരള. കേരളത്തിൻ്റെ കളികളെല്ലാം കൊള്ളാം, പക്ഷെ എന്നാലും ഡിഫൻസും. കാരണം ചെന്നൈയായിട്ട് കളിച്ച എത്ര കളി പോലും ഗോവയായിട്ട് ഇന്നലെ കളിച്ചില്ല. കാരണം ഗോവയുടെ ഡിഫൻസ്, ജിങ്കൻ എല്ലാം ശക്തിയായ പ്ലേയേഴ്സായിരുന്നു. കേരളത്തിനെ പൂട്ടി, ഡിഫൻസിലിട്ട് പൂട്ടി. അത്രയും കഷ്ടപ്പെട്ട് ബോൾ കൊണ്ടുപോകും, അടിച്ചു കളി. ഇതാണ് അവസ്ഥ. കോച്ച് എല്ലാവരെയും പരീക്ഷിച്ച് നോക്കി, ടീമിലെല്ലാവരും. എന്നിട്ടും ഗോവയുടെ ഡിഫൻസിനെ തകർക്കാൻ കേരളത്തിന് പറ്റിയില്ല. ഗൈസ് ഇനി ബാംഗ്ലൂരിൻ്റെ ഡിഫൻസിനെ തകർക്കാൻ പറ്റുമോ? കാരണം ഹോം ഗ്രൗണ്ടിൽ വന്ന് തോപ്പിച്ചിട്ടാണ് പോയത്. രീതിക്കാണെങ്കിൽ ഗൈസ് ലാസ്റ്റ് ചാൻസ് നമ്മളെ പോവും. 7-ാം തീയതി ബാംഗ്ലൂരിൻ്റെ ഹോം ഗ്രൗണ്ടിൽ എന്താവുമെന്ന് അറിയത്തില്ല. ഗൈസ് എന്തായാലും പ്രതീക്ഷയുണ്ട്, നമുക്ക് പ്രതീക്ഷയുണ്ട്. 2-1 ജയിക്കണം, അല്ലെങ്കിൽ 1-0 ജയിക്കണമെന്ന് പ്രതീക്ഷയുണ്ട്. കേരളം അത് കൈവിടാതിരുന്നാൽ കൊള്ളാം. എന്നിപ്പോൾ ഡിഫൻസിലാണ് കളി കുറച്ച് പോകണം. ഗൈസ് കാരണം അവരെല്ലാം ലോങ് ബോളാണ് കളിച്ചത്. ലോങ് ബോൾ ഇട്ട് കളിക്കുക, നമുക്ക് ലോങ് ബോൾ ഇട്ട് കളിക്കാനും പറ്റുന്നില്ല. ആ ഒരവസ്ഥ. ബാംഗ്ലൂർ എന്ന് പറയുന്നൊരു ചെറിയ ടീമല്ല, അവർ ഇപ്പോൾ ഫസ്റ്റ് നിൽക്കുന്ന ടീമല്ലേ. അപ്പോൾ അത്രയും വലിയ ടീമിനെ തോൽപ്പിക്കണമെന്ന് വെച്ചാൽ അതോ അവരെ ഹോം ഗ്രൗണ്ടിൽ പോയി. ഇവിടെ നമ്മളെ തോൽപ്പിച്ചിട്ട് പോയാൽ ബാംഗ്ലൂരിനെ അവരെ ഹോം ഗ്രൗണ്ടിൽ പോയി നമ്മൾ തോൽപ്പിക്കണമെന്ന് വെച്ചാൽ ഗൈസ് നടക്കണ കാര്യമില്ല. എന്നാലും ജയിക്കണം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എല്ലാ കളിയും ഇപ്പോൾ തോക്കുന്നു, ആ കളിയും തോറ്റാൽ ലാസ്റ്റ് ചാൻസ് എല്ലാം പോകും ഗൈസ്. കാരണം ഒരു കളി ജയിച്ചാൽ ഒരു കളി തോക്കും. ഒരു കളി 100 കൊടുത്തുന്ന മറ്റേ കളി പകുതി പോലും കൊടുക്കത്തില്ല ഗൈസ്. കാരണം ചെന്നൈയായിട്ട് അമ്മാതിരി കളിയാണ് കളിച്ചത്. നിങ്ങൾ കണ്ട എല്ലാവർക്കും മനസ്സിലാവും. ചെന്നൈയായിട്ട് കളിച്ച കളി പോലും ഗോവയായിട്ട് കളിച്ചിട്ടില്ല കേരളം. അതിനുള്ള ഒരു അവസരം ഗോവ കൊടുത്തില്ല സത്യം പറഞ്ഞു. പിന്നെ നോവ ഫോം ഔട്ടായി, നോവയ്ക്ക് ഹെൽത്ത് ഇഷ്യൂ. പിന്നെ ലൂണ ഫോമിൽ വന്നതായിരുന്നു, എന്നാലും ലൂണയ്ക്കും ചെറിയ എന്തൊക്കെയോ ടീമിൽ എല്ലാവർക്കും ഗോവയായിട്ട് കളിച്ചപ്പോൾ അവർ നല്ല പ്രഷറായി എന്നാണ് തോന്നുന്നത് ഗൈസ്. കാരണം അത്രയും വലിയ ടീം ഗോവ, അതുപോലെ ഒരു ടീമാണ് ബാംഗ്ലൂരും. ഡിഫൻസ് തുറന്നിട്ട് കൊടുത്താൽ അവർ ഗോൾ അടിച്ചിട്ട് പോകും, അതേ പറയാനുള്ളൂ. അപ്പോൾ നമ്മളൊന്നുകൂടെ ഡിഫൻസ് എല്ലാം ശക്തമാക്കി
ബാംഗ്ലൂരായിട്ടുള്ള കളി ജയിക്കണം എന്നേ എനിക്ക് പറയാനുള്ളത് ഗൈസ്. അപ്പോൾ 7-ാം തീയതി ബാംഗ്ലൂരായിട്ടുള്ള കളിയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.